ഗുഡ് മോർണിംഗ് മമ്മി. ഓ ഗുഡ് മോർണിംഗ് ടീന. ഗുഡ് മോർണിംഗ് ടീന. ടോം എവിടെ? രാവിലെ വെള്ളമടിക്കാൻ പോയി. ടോം ഗാർഡൻ നനക്കാൻ പോയി. ഇന്ന് ടോമിന്റെയും ജിമ്മിയുടെയും ഡ്യൂട്ടിയാ. ഡാഡി ഓർമ്മയുണ്ടല്ലോ എനിക്ക് തന്ന പ്രോമിസ്. ഡാഡി വേണ്ട, എനിക്കറിയാം ഇത് ഡാഡിയുടെ ട്രിക്കാണെന്ന്. എന്ത് പ്രോമിസാ മാർക്കസ്? എനിക്കറിയില്ല എന്റെ മോണിക്ക. മാർക്കസ്, എന്താ കാര്യം? എന്തായിരുന്നു പ്രോമിസ്? എന്നോട് പറയൂ. കരയേണ്ട ടീന. എന്താണെന്ന് എന്നോട് പറയൂ. ടീന പപ്പയുടെ മോളല്ലേ, കരയല്ലേ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ പ്രോമിസ്. പറയൂ മാർക്കസ്, എന്തായിരുന്നു ആ പ്രോമിസ്? ഡാഡി പറഞ്ഞിരുന്നു എനിക്ക് മാത്സിൽ 90-ലധികം മാർക്ക് കിട്ടിയാൽ ഗിഫ്റ്റ് വാങ്ങി തരാന്ന് പറഞ്ഞതാ. എന്നിട്ടിപ്പോ? ടീന, നീ വലിയ കുട്ടിയല്ലേ, കരയല്ലേ. നല്ല കുട്ടികൾ കരയാറില്ല. ഓഹോ, അപ്പോ നല്ല കുട്ടികൾക്ക് സങ്കടം വന്നാ ചിരിക്കൂ. ഏതായാലും ഞാൻ നല്ല പൂച്ചയല്ല, ഞാൻ കരയും. കണ്ടോ മോളെ, ജോലി പോലും നിന്നെ കളിയാക്കുന്നു. ഇനി ഇവിടെ നിന്നാ തടി കേടാവും. രക്ഷപ്പെടുന്നതാ ബുദ്ധി. മാർക്കസ്, ഒരു പ്രോമിസ് ചെയ്താൽ അത് ആരോട് ചെയ്താലും പാലിക്കണം. അതെ, എനിക്ക് എന്റെ പ്രൈസ് വേണം. ഞാൻ കഷ്ടപ്പെട്ട് ഉറക്കമൊഴിച്ച് പഠിച്ച് നേടിയതാ. ഓ ശരി 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 എന്റെ ടീന. എന്റെ പ്രോമിസ് തന്നെ. ഞാൻ 2 ദിവസമായി അന്വേഷിക്കുകയാണ്. നിനക്കിഷ്ടപ്പെട്ട ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് മോള് തന്നെ പറ, എന്തു വേണമെന്ന്. എന്താ മോനിക്ക, അതല്ലേ നല്ലത്? ശരിയാ, ടീന തന്നെ പറയട്ടെ. ടീനയ്ക്ക് എന്ത് വേണമെന്ന്? ഇങ്ങനെ ഒരു ഫാമിലി. പറ ടീന, ആറ്റം ബോംബ് വേണമെന്ന് പറ. ഇപ്പൊ തന്നെ വാങ്ങിത്തരും. ബോറടിക്കുമ്പോ എനിക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കളിക്കാലോ. സത്യം, ഞാൻ പറഞ്ഞത് വാങ്ങിച്ചു തരുമല്ലോ. ടീന പറയൂ. ഡാഡി ഉറപ്പായിട്ടും വാങ്ങിത്തരുമല്ലോ. ഓ ഉറപ്പായിട്ടും വാങ്ങിത്തരാം. മോള് പറ. ഒരു മൊബൈൽ ഫോൺ. ഡാഡി വാക്ക് മാറരുത്. ഡാഡി പ്രോമിസ് തന്നതാ. വാങ്ങിക്കൊടു മൊബൈല്. ഇവൾക്ക് വല്ല കളർ ഫിഷ് വേണമെന്ന് പറഞ്ഞാ മതിയായിരുന്നു. എത്ര നാളായി ഒരെണ്ണത്തിന് തിന്നിട്ട്. മൊബൈലെങ്കിൽ മൊബൈല്. ഇടയ്ക്കൊരു സെൽഫിയൊക്കെ എടുക്കാലോ. അടുത്ത വീട്ടിലെ പൂച്ചയെ കാണിക്കുകയും ചെയ്യാം. എന്റെ ഒരു ബുദ്ധിയെ. പക്ഷേ ടീനയ്ക്ക് ഈ പ്രായത്തിൽ എന്തിനാ മൊബൈലൊക്കെ? ഗെയിം കളിക്കാൻ, അല്ലാതെന്തിനാ? അതെ മോളെ, അതൊക്കെ നീ വളർന്നു വലുതായി ജോലിയൊക്കെ കിട്ടിയിട്ട് പോരെ. ഇപ്പൊ അതുകൊണ്ട് എന്താ പ്രയോജനം? പറ്റില്ല, എനിക്ക് 2 പേരും വാക്ക് തന്നതാ. അതിൽ കാൽക്കുലേറ്റർ ഉണ്ട്, ഡിക്ഷണറി ഉണ്ട്, പിയാനോ ഉണ്ട്, എന്ത് വേണമെങ്കിലും ഉണ്ട്. പിന്നെ എനിക്കറിയാം മോളെ. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതല്ലേ ടീന? എനിക്കിവിടെ ഉള്ളതെല്ലാം എന്റെ ബാഗിലിട്ടുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റുമോ? ഇതെന്റെ പോക്കറ്റിൽ കൊള്ളും. അതുമാത്രമല്ല, സ്കൂളിൽ എല്ലാവർക്കും ഇപ്പോൾ മൊബൈൽ ഉണ്ട്. കുട്ടികളെ പാരന്റ്സിനെ വീട്ടിൽ നിന്ന് വിളിക്കാനാ അവരത് കൊണ്ടുവരുന്നേ. പക്ഷേ ടീന, സ്കൂളിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. ടീച്ചറെ ഏൽപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്റർവെൽ ആകുമ്പോൾ തരും. നോക്കൂ ഡാഡിയാ പറഞ്ഞേ, എ പ്രോമിസ് ഇസ് എ പ്രോമിസ് എന്ന്. ഓ ശരി സമ്മതിച്ചു ടീന. ഇനി മോളൊന്ന് ചിരിച്ചേ, പപ്പയൊന്ന് കാണട്ടെ.
ഡാഡിയെയും മമ്മിയും പറ്റിച്ചതല്ലേ? ചിരിച്ചോ ചിരിച്ചോ. ഓ ഡാഡി, താങ്ക് യു സോ മച്ച്. ബ്രദർ ജെയിൻ, എത്ര നാളായി കണ്ടിട്ട്. അകത്തേക്ക് വരൂ. ഏയ്, അധികമൊന്നും ആയില്ല. കഷ്ടിച്ച് 1 മാസം അത്രയല്ലേ ആയുള്ളൂ മോണിക്ക. വർക്കൊക്കെ എങ്ങനെ പോകുന്നു? അതിരിക്കട്ടെ, ഒരു സ്ട്രോങ് ചായ എന്നും പതിവുള്ളതല്ലേ, ഞാൻ ഇപ്പോ എടുക്കാം. വേണ്ട മോനിക്ക, ഞാൻ സ്ട്രോങ് ടീ ഒക്കെ നിർത്തി. ഇപ്പോ ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത്. അതാണ് ശരീരത്തിന് നല്ലത്. അതിരിക്കട്ടെ, മാർക്കസ് എവിടെ? അദ്ദേഹം കറണ്ട് ബില്ല് അടയ്ക്കുവാൻ പോയിരിക്കുക. ജെയിന് നല്ല ക്ഷീണമുണ്ടല്ലോ, ജോലി തിരക്കായിരുന്നോ? ഒന്നും പറയണ്ട മോനിക്ക, അടുത്ത ഗ്രാമത്തിൽ ഒരു കുട്ടി മിസ്സായി. തലവേദന പിടിച്ച കേസായിരുന്നു. അതിന്റെ പിന്നാലെയായിരുന്നു കുറച്ച് ദിവസം. ദൈവമേ, എന്നിട്ട് ആ കുട്ടിയെ തിരിച്ചു കിട്ടിയോ? എങ്ങനെയാ ആ കുട്ടി മിസ്സായത്? ഒന്നും പറയണ്ട മോനിക്ക, മാതാപിതാക്കളുടെ അമിതമായ ലാളന. കോളിൻസിനെ മാഗീനെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവരെല്ലാവരും കൂടി എവിടെ പോയിരിക്കുക? ഏതായാലും ഒന്ന് പോയി നോക്കാം. എങ്ങനെയെങ്കിലും ആ മൊബൈൽ തട്ടിയെടുക്കണം. അതിന് 1000 രൂപ വിലയുണ്ട്. എന്റെ കാർലോസേ, ആര് പറഞ്ഞു ആ മൊബൈലിന് 1000 രൂപ വിലയുണ്ടെന്ന്? അത് ആപ്പിളാണോ? ആപ്പിളാണോ പേരയ്ക്കാണോ എന്ന് എനിക്കറിയത്തില്ല. ജൂലിയ എന്നോട് പറഞ്ഞത്. വിവരങ്ങൾ ചോർത്തി തരുന്നതിന് അവൾക്ക് തിരുത ഫ്രൈ വേണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത്. തിരുത? നമുക്കൊരു നത്തോലിനെ വാങ്ങിച്ചിട്ട് തിരുതയാണെന്നും പറഞ്ഞ് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അവൾ ഇതുവരെ തിരുതയെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. തിരുതയൊക്കെ അവള് കണ്ടിട്ടുണ്ടാവും. ടോമിന്റെ വീട്ടിലല്ലേ അവള് താമസിക്കുന്നത്. അവൾക്കതിന് മുള്ളു മാത്രമല്ലേ കിട്ടത്തുള്ളൂ കാർലോസ്. പിന്നെ എങ്ങനെ അറിയാനാ? ആണോ? കാർലോസേ, നീ കേട്ടിട്ടില്ലേ നത്തോലി അത്ര ചെറിയ മീനല്ലെന്ന്? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ എവിടെയെല്ലാം തിരക്കിയെന്നറിയാവോ? ഫോട്ടോ എടുക്കണമെങ്കിൽ ക്യൂവിൽ നിന്നോ. അടുത്തത് ഞാനാ. നാണമില്ലേ പിള്ളേരെ ഇങ്ങനെ കിടന്ന് കൂവാൻ? നാണമില്ലാത്തത് അപ്പനാ രാവിലെ ഉറക്കപ്പിച്ചിൽ കൂന്ന. ഈ അമ്മ പറയിപ്പിച്ചതാ. അപ്പാ, ഞങ്ങളുടെയും ഫോട്ടോ എടുക്കും. ഫോട്ടോ. കോളിൻസ്, ഒന്ന് മാറൂ, അവർ എടുത്തോട്ടെ. എന്റെ റോക്കി, എന്റെ കൺട്രോൾ പോകുന്നു. എന്തോരം ചിക്കൻസ് ആണ്. എന്തിനാ കാർലോസ് ചിക്കൻ മാത്രമാക്കുന്നത്? ആ മൊബൈല് വിറ്റാൽ ചിക്കൻ ബിരിയാണി തന്നെ കഴിക്കാം. മക്കളെ ശാന്തരാകൂ. ഈ താഴത്തെ കുട്ടിയുടെ തല കാണാനില്ല. മക്കളെ ശാന്തരാകൂ. ഇനി ഞാനും ഭാഗ്യവും കൂടെ ഒരു ഫോട്ടോ.
അറിയാമോ ജിമ്മി? ജെയിൻ ബോണ്ട് അങ്കിളിന്റെ കൂടെ ആയിരുന്നു. ബോണ്ട് അങ്കിൾ ഏതോ മിസ്സിംഗ് കേസിന്റെ പുറകെ ആയിരുന്നപ്പോ ആ ഗ്യാപ്പിൽ റോബിൻ റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. ദൈവമേ, മമ്മി എടുത്താൽ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് ചെല്ലാൻ പറയും. പക്ഷേ എടുക്കാതിരുന്നാൽ മമ്മി പേടിക്കും. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. ഫോട്ടോ എടുക്കുവാണോ? ഇല്ല, ടോം മാത്രമേ ഫോട്ടോ എടുക്കുന്നുള്ളൂ. ശ്ശെ, ആ ഡോക്ടർ വന്നു. ഇനിയൊന്നും നടക്കാൻ പോണു. ആ കോഴിക്കുഞ്ഞുങ്ങളെങ്കിലും പിടിക്കാമായിരുന്നു. താൻ കാരണം അതും നടന്നില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് കാർലോസ്. നമുക്കിപ്പം ചായക്കടയിൽ പോയി പഴംപൊരി തിന്നാം. അങ്ങനെയൊന്നും നീ ഓസിന് കഴിക്കണ്ട. വെറുതെ അല്ലടോ ആ കോഴിക്കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടത്. ഞാൻ ഓസാണ് പോലും. ഓസ് ഇയാൾ ആ കോഴികളുടെ ഉടമസ്ഥർക്കെല്ലാം കാശ് കൊടുത്തിട്ടല്ലേ കട്ടു തിന്നുന്നത്. കള്ള കുറുക്കൻ. എന്താ റോക്കി, എന്താ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല, കട്ടു തിന്നുന്നതിനെ കുറിച്ച് ആലോചിച്ചതാ. എന്ത്? പഴംപൊരി അല്ലാതെ പിന്നെ എന്തുവാ? എങ്കി രണ്ടെണ്ണം എനിക്കും വെച്ചേക്ക്. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല, പഴംപൊരിയെ പഴംപൊരി. ശരി ശരി. ഇത് ടീനയ്ക്ക് നല്ല മാർക്ക് വാങ്ങിയതിന് സമ്മാനമായി ഡാഡി വാങ്ങിക്കൊടുത്തതാ. ഓഹോ, കൊള്ളാവല്ലോ ടീന. എങ്കിൽ എന്റെ വകയും കൺഗ്രാചുലേഷൻസ്. താങ്ക് യു ഡോക്ടർ. ഈ മൊബൈൽ മാർക്കസ് തന്നെ വാങ്ങി തന്നതാണോ? ടീന കുറെ കരഞ്ഞപ്പോൾ വാങ്ങിക്കൊടുത്തതാ. ടീന, ശരിക്കും ടീനയ്ക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? ആ, കണക്ക് കൂട്ടാനൊക്കെ, പിന്നെ ഡിക്ഷണറി. ശരിക്കും അത് തന്നെയാണോ കാരണം ടീന? നല്ല കുട്ടിയല്ലേ ടീന, സത്യം പറ. എന്റെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ഒക്കെ മൊബൈൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഗെയിം കളിക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ ചിലപ്പോൾ അവർ തരില്ല. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതിന്റെ എല്ലാം ഫോട്ടോയും എടുക്കാം, പിന്നെ പാട്ടും കേൾക്കാം. ടീന നല്ല കുട്ടിയാ, അതാണ് സത്യം പറഞ്ഞത്. ദൈവത്തോടടുത്ത് നിൽക്കുന്നവർ എപ്പോഴും സത്യം മാത്രമേ പറയൂ. അതുകൊണ്ട് എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിനക്കുണ്ടാവും. എന്റെ കുട്ടികളെ, എല്ലാ കാര്യങ്ങൾക്കും നല്ല വശവും ചീത്ത വശവും ഉള്ളതുപോലെ തന്നെ മൊബൈലിനുമുണ്ട് നല്ല വശവും ചീത്ത വശവും. മൊബൈലിന്റെ റേഡിയേഷൻ നമ്മുടെ തലച്ചോറിനെയും ഹൃദയത്തിന്റെയും പ്രവർത്തനങ്ങളെല്ലാം ബാധിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളുടെ സെൽസ് വളരെ സെൻസിറ്റീവാണ്. അതുപോലെ തന്നെ ഒരു അത്യാവശ്യത്തിനൊക്കെ മൊബൈൽ ആവശ്യമാണ്, പ്രത്യേകിച്ച് മുതിർന്നവർക്ക്. പിന്നെ ഇത് വാങ്ങിക്കാൻ കുറെ കാശൊക്കെ ആയില്ലേ? നിങ്ങളുടെ പേരൻസ് എത്ര ബുദ്ധിമുട്ടി കാണും അത്രയും കാശുണ്ടാക്കാൻ. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ലേ അത്രയും കാശൊക്കെ ചെലവാക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കി പെരുമാറണ്ടേ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടർ സാമുവൽ? അതൊക്കെ ടീന സ്വയം തീരുമാനിക്കേണ്ടതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ടീന ഈ മൊബൈൽ വാങ്ങിയപ്പോഴുള്ള സന്തോഷം ഇപ്പോഴുണ്ടോ? ശരിയാ, ഇത് വാങ്ങിയ ദിവസത്തെ അത്രയും ത്രിൽ ഇപ്പൊ ഇല്ല. കണ്ടോ, ചിലതൊക്കെ നമ്മുടെ ചില നേരത്തെ ആഗ്രഹങ്ങൾ മാത്രമാണ്. ആ ആഗ്രഹങ്ങൾ നേടിക്കഴിഞ്ഞാലോ അതിനോടുള്ള കൊതിയും തീരും. പിന്നെ വേറെ എന്തിനോടെങ്കിലും ആവും നമ്മുടെ ആഗ്രഹം. അപ്പോ നമ്മുടെ കുറച്ചു നേരത്തെ ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ പേരൻസിന്റെ കുറെ കാലത്തെ അധ്വാനത്തിന്റെ വില നശിപ്പിക്കുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയാവില്ല ഡോക്ടർ. ഞാനിത് തിരികെ പപ്പയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ തന്നെ ആ മൊബൈൽ മടക്കി കൊടുത്താൽ നമ്മുടെ രൂപ അധികം കുറയാതെ മടക്കി കിട്ടും. അതുകൊണ്ട് വീടിന് ഉപകാരം വരുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാമല്ലോ. ഇങ്ങനെയാണ് മാതാപിതാക്കൾ നിങ്ങൾക്ക് തരുന്ന സ്നേഹം മടക്കി കൊടുക്കേണ്ടത്. മനസ്സിലായോ? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ അശ്രദ്ധ കാരണം തന്നെ കറണ്ട് ബിൽ ഒത്തിരി കൂടുതലായിരുന്നു. അതിന്റെ ബിൽ ഒത്തിരി വന്നിട്ടുണ്ടെന്ന് വീട്ടിൽ പറയുന്നത് കേട്ടു. ഈ പണം കൊണ്ട് ആ ബിൽ അടയ്ക്കാൻ പറയണം. താങ്ക് യു ഡോക്ടർ അങ്കിൾ. ദൈവമേ,
ഞങ്ങളും അവർക്ക് മൊബൈൽ തന്നെയാ വാങ്ങിക്കൊടുത്തത്. അവർ ഇപ്പോൾ ഫോണും എടുക്കുന്നില്ല. ഇപ്പോളാണേൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ദൈവമേ കാത്തോളണേ. എന്നിട്ട് ആ കുട്ടി രക്ഷപ്പെട്ടോ ജെയിൻ? ദൈവാനുഗ്രഹം കൊണ്ട് അവനെ കണ്ടെത്താൻ കഴിഞ്ഞു. അവന്റെ കയ്യിൽ നിന്നും മൊബൈൽ തട്ടിയെടുത്തവരുടെ പിറകെ ഓടിയതായിരുന്നു അവൻ. മൊബൈലില്ലാതെ വീട്ടിലേക്ക് എന്നാൽ പേരൻസ് വഴക്ക് പറയുമെന്ന് പേടിച്ച് അവൻ വീട്ടിലേക്ക് മടങ്ങിയില്ല. വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് മറ്റ് അപകടങ്ങളൊന്നും പെടാതെ അവനെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചു. ആ അല്ല, ഇതാര് ജെയിനോ? കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. ജെയിൻ പറഞ്ഞത് കേട്ടോ മാർക്കസ്? ഞാൻ കേട്ടു മോണിക്ക. നമ്മുടെ കുട്ടികൾക്കും നമ്മൾ വാങ്ങിക്കൊടുത്തത് മൊബൈൽ തന്നെയല്ലേ? അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മോണിക്ക, താൻ വിഷമിക്കാതെടൂ. അവരിവിടെ തന്നെ ഉണ്ട്. മോനെ ടോമേ, ടീന. ഞങ്ങൾ രണ്ടുപേർക്കും ഈ മൊബൈലിന്റെ ആവശ്യം ഇപ്പോ ഇല്ല. ഡാഡി, ഇത് ഇപ്പൊ തന്നെ തിരികെ കൊടുത്താൽ അധികം രൂപ നഷ്ടമാകാതെ ഡാഡിയുടെ പണം തിരികെ കിട്ടുമെന്ന് ഡോക്ടർ അങ്കിൾ പറഞ്ഞു. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ രണ്ടുപേരും ഒത്തിരി ദൈവാനുഗ്രഹമുള്ള കുട്ടികളാ. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയുന്നത്. ഒറ്റയ്ക്കുള്ള സെൽഫിയേക്കാൾ എപ്പോഴും നല്ലത് കുടുംബത്തോടൊപ്പമുള്ള ഗ്രൂപ്പി തന്നെയാ. ഈ പിള്ളേരുടെ ഒരു കാര്യം. ഇനി സെൽഫി എന്തായാലും നടക്കില്ല. വെറുതെ ആഗ്രഹിച്ചത് മാത്രം മിച്ചം. ഇനി ഗ്രൂപ്പ് ഫോട്ടോയിലെങ്ങാനും കേറി പറ്റാം. Tom and Tina.